ആശിക്കാൻ പോകുന്നവരെന്താ പഠിക്കാൻ പോകുന്നത്? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാത്തവരാണ് പാഠം കൊടുക്കുന്നത്. ദിലീപ് നിരപരാധിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോഹൻലാൽ അയാളുടെ ഒരു ഇമേജ് വല്ലാത്തൊരു ഇമേജാണ് അങ്ങരുടെ ഒരു നല്ലവനായ റൗഡി. നമ്മുടെ കറണ്ട് ഇഷ്യൂവിൽ നിന്ന് തുടങ്ങും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പത്രങ്ങളിൽ കേരളം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. KR നാരായണന്റെ പേരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ജാതി വിവേചനം ഉണ്ടെന്ന് സ്റ്റുഡൻസ് പറയുന്നു. അതിന്റെ പേരില് എല്ലാ സ്റ്റുഡൻസും ഒരുമിച്ച് അവിടുത്തെ ഡയറക്ടർക്കെതിരെ സമരം ചെയ്യുന്നു. സാറാണ് ഡയറക്ടറെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് അവര് ആരോപിക്കുന്നത്. ആണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവരും സമരം ചെയ്യുന്നില്ല. ഇതിനകത്തൊരു ഫാക്ച്വൽ എറേഴ്സ് ഉണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ഒരുമിച്ച് താമസിക്കുക, ഹോസ്റ്റലാണ്. അതിൻ്റെ ആരും ഡേ സ്കോളേഴ്സ് ഇല്ല അവിടെ, എല്ലാവരും ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പോൾ ഈ 19 ബാച്ചിലെ സ്റ്റുഡൻസാണ് ഇപ്പോൾ അവിടെ സീനിയേഴ്സായിട്ടുള്ളത്. ഇപ്പോൾ ഈ 22 ബാച്ചിലെ സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു മാസം മുമ്പ് ചേർന്നതേ ഉള്ളൂ. അവർക്ക് ഇതിനകത്തൊന്നും ശരിക്കും പറഞ്ഞാൽ പങ്കൊന്നുമില്ല. എന്നിട്ട് അവരെയും കൂടെ ചേർത്തിട്ടില്ലേ ഹോസ്റ്റല്. അപ്പോൾ അവരെല്ലാം കൂടെ അവരെ കൂടെ കൂട്ടി നേരെ തിരുവനന്തപുരത്ത് വന്നിട്ട് മീഡിയയുടെ മുമ്പിലൊരു പ്രകടനം നടത്തുമായിരുന്നു. അപ്പോൾ ദർ ആർ ഓൺലി എ ഫ്യൂ പീപ്പിൾ, ഈവൻ ഇൻ 19th ബാച്ച് എല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങളൊരു ക്യാമ്പ് പോലെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരാളുമായിട്ട് മാറി നിൽക്കാൻ ഒക്കത്തില്ല. ഞാനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ ജീവിതം, സാമൂഹ്യ ജീവിതം വലിയ കുഴപ്പത്തിലാവും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അവർ പറയുന്ന എല്ലാ 82 സ്റ്റുഡൻസ്, അതായത് 31ഉം 51ഉം രണ്ട് ബാച്ച്, അതെ, 82 പേരും സമരത്തിലുണ്ടെന്നാണ് സ്റ്റുഡൻസ്. വേറെ എന്തോ പറയുന്നത്. അവർ ഒരുമിച്ച് കഴിയുന്നവരാണ്. അതിലൊരാൾ ലീഡർഷിപ്പ് എടുത്തിട്ട്, സീനിയറായിട്ടുള്ള ഒരാൾ ലീഡർഷിപ്പ് എടുത്തിട്ട് അവരെ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അവസ്ഥ അറിയാമല്ലോ, മനസ്ഥിതി അറിയാമല്ലോ. അവർക്ക് ഒരിക്കലും വേറൊരു രീതിയിൽ മാറി നിന്നിട്ട് പറയാൻ പറ്റുകയല്ല. ദേ ആർ coerced into it actually. Students? Yes. By whom? By the leadership. ഇപ്പോൾ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ജാതി വിവേചനം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതാണ് വലിയൊരു ഇതായിട്ട് അവിടുന്ന്. അത് ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ത് ജാതി വിവേചനം അവിടെ നടത്തുന്നതെന്ന്. ഏതെങ്കിലും ഒരു അവിടെ ഒന്നാമത് ഇൻസ്റ്റിറ്റ്യൂട്ട് ജാതിയുടെ ഒരു ജാതി നടപ്പാക്കാനോ ജാതിക്കെതിരായിട്ടുള്ള ഒരു സ്ഥാപനമല്ല. ഇറ്റ്സ് എ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ജാതിയൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ് അല്ലേ? നമ്മൾ ആരെങ്കിലും ജാതി പറഞ്ഞ ആരെ പറ്റി ഇന്നൊരു കുഴപ്പമാണെന്നോ ഇന്നരെ പറ്റി അല്ലെങ്കിൽ എഴുതി വെച്ചേക്കണം, ഇങ്ങനെ ഇന്നാരൊക്കെ ഇന്ന ജാതിയാണ്, തൊടാൻ പാടില്ല, അയാൾ ഒരു ഡിസിപ്ലിനും വിധേയനാവത്തില്ല ഇന്ന ജാതി ആയതുകൊണ്ട് എന്നൊക്കെ എഴുതി വയ്ക്കണം നെറ്റിയിൽ. അല്ലാതെ സ്റ്റുഡൻസിനെ നമ്മളങ്ങനെ തിരിച്ചറിയുന്നത് ഏത് ജാതിയാണ്. സ്റ്റുഡൻസ് അനുസരിക്കേണ്ട ഒരു ഡിസിപ്ലിനുണ്ട്. അവരുടെ അലിഗേഷൻ റിസർവേഷൻ ഉള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടുന്നില്ല, റിസർവേഷൻ അട്ടിമറിക്കാൻ ഡയറക്ടർ ശ്രമിക്കുന്നു. സാറിനോട് അല്ല, ആക്ച്വലിയായിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഡയറക്ടർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഈ ഡയറക്ടർ അങ്ങനെ ചെയ്യുന്നത് എന്തിനാ? ഒരാൾക്കൊരു മോട്ടീവ് വേണമല്ലോ. ഇങ്ങനെ അയാൾ ഷെഡ്യൂൾ കാസ്റ്റിനോ ഷെഡ്യൂൾ ട്രൈബിനോ എതിരായിട്ടുള്ളൊരു വ്യക്തിയാണോ? ഈസ് എ പ്രൊഫഷണലായിട്ട് ഒരാൾ എന്തിനാ സ്റ്റുഡൻസിനെ ഒരു വിഭാഗം സ്റ്റുഡൻസിനെ തിരിയേണ്ട ആവശ്യം എന്താണ്? ഇതിനകത്ത് ലോജിക്ക് ആരും ആലോചിക്കുന്നില്ല. അങ്ങ് ഒരു ചാർജ് അങ്ങോട്ട് വയ്ക്കുകയാണ്. അവിടെ മുഴുവനും ജാതി വിവേചനമാണ്. പ്രൂവ് ഇറ്റ്. ഡയറക്ടറായിട്ട് വരുന്ന ശങ്കരമോഹൻ പോലുള്ള ആളുകൾക്ക് ഇവിടുത്തെ ജാതി വ്യവസ്ഥയെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ഹീസ് ഇന്നസെൻ്റ് അബൌട്ട് ഇറ്റ്. ഇവിടെ ജീവിച്ച ആളല്ല അയാൾ ഡൽഹിയിലായിരുന്നു. അയാളുടെ അച്ഛനും അമ്മയൊക്കെ മലയാളികളാണെങ്കിലും ഇവിടുത്തെ ജാതി വ്യവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ അയാൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് പോലും. ആൻഡ് ഈ കനോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലാത്ത സ്ഥിതിക്ക് LBSൻ്റെ ചുമതലയാണ്, അങ്ങനെ അവർ കൊടുത്തിരിക്കുന്ന ചുമതലയാണ് ഈ എക്സാമിനേഷൻസ് നടത്തുകയും അവർക്ക് മാർക്കിടുകയും അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. ശങ്കരമോഹനെ വിട്ടുകഴിഞ്ഞാൽ അയാളോടൊപ്പം അവിടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളെല്ലാം പോകും. ബിക്കോസ് then they have no hope about the institution. They wouldn't rather waste their time and future there. They may leave. അത് സംഭവിക്കാൻ പോവാം. എല്ലാവരും ആയിരിക്കും നമ്മളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വർക്കിനെ അങ്ങോട്ട് മാറ്റി എന്ന് പറയുന്ന പോലെ അല്ലത്, വേറെ ഒന്നുപോലെയല്ല. if you don't have, there is nobody else. ചിലർ എന്നോടൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, സാർ പകലൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങായിരുന്നു ഹോസ്റ്റലിൽ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ എൻ്റർടൈൻമെൻറ്റ് ആരംഭിക്കുന്നത്, വിച്ച് ഈസ് പ്രൊവൈഡഡ് വെരി ഗ്രേസ്ഫുള്ളി, ബ്യൂട്ടിഫുള്ളി പ്രൊവൈഡഡ് ബൈ ദി
ഗേറ്റ് കീപ്പർ. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? സെക്യൂരിറ്റി, വെരി സെക്യൂർ. യു ഡോണ്ട് ഹാവ് ടു ഗോ ഔട്ട്. ഇറ്റ് യൂസ് ടു കം ദെയർ. അയാളുടെ ക്യാബിനിൽ പോലും, അയാളുടെ സെക്യൂരിറ്റി ക്യാബിനിൽ വെച്ച് ഒഴിച്ചു കൊടുത്ത് എന്ന കണ്ടിട്ടുണ്ടെന്ന് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ പറയുന്നു. പിന്നെ ഒരുപാട് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചു, പിന്നെ നാട്ടുകാരോട് അവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഹീസ് എ ലോക്കൽ റൗഡി ആൻഡ് ഹീസ് നൊട്ടോറിയസ് ഫോർ സോ മെനി തിങ്സ്. ദർ ആർ മെനി പോലീസ് കേസസ് അഗൻസ്റ്റ് ഹിം. അപ്പോൾ അടുത്ത് അവരുടെ നേരെ ആ വീടിന് നേരെ എതിരെ താമസിക്കുന്ന ഒരു സ്ത്രീയെ ശങ്കരമോഹനെ വിളിച്ചു പറഞ്ഞു, സാർ ഞങ്ങൾ സാറിനെ ഒന്ന് കാണാൻ വരട്ടോ എന്ന് ചോദിച്ചു. അത് വേണ്ട, കാര്യം പറയുമെന്ന് പറഞ്ഞു. ഫോണിൽ പറഞ്ഞു, സാറിനെ പറ്റി അപവാദമൊക്കെ പറഞ്ഞു നടക്കുന്നവനൊക്കെ ഇതിനെ പറ്റിയുള്ള കഥ ഞങ്ങൾ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് കുറേ കഥകൾ പറഞ്ഞു. ഞങ്ങൾ വരാം, കോടതി വരണോ, ആരുടെയെങ്കിലും മുമ്പ് വരണോ, വരാം എന്ന് പറഞ്ഞ് വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഇയാൾ ഈ തിരിച്ച് കം ടു ദി പ്രസൻറ്റ്. അത് ഫ്ലാഷ് ബാക്ക് ഇങ്ങോട്ട് വരാം. എന്നിട്ട് അവിടെ എന്നിട്ട് ഇയാൾ പിന്നെ ശങ്കരമോഹൻ ആ ഏജൻസി വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഒരാളിനെ റൊട്ടേറ്റ് ചെയ്യാതെ ഇത്രയും പേരെ ഇട്ട് ശരിയായില്ല, നിങ്ങൾ മാറ്റണവരെ. അത് അപ്പോൾ അവർക്ക് സമയം ചോദിച്ചില്ല, സമയമൊന്നുമില്ല, ഫോർത്ത് വിത്ത് ഇറ്റ് ഷുഡ് ബി ഡൺ, മാറ്റണം, അർജൻറ്റാണ്, മാറ്റിയോ കൊടുക്കുന്നത്. മാറ്റി. അപ്പോൾ അവർ മാറ്റി ഓർഡർ ചെയ്തു. മാറ്റാൻ അയാളോട് ഇത് പറയാൻ ചെല്ലുമ്പോൾ അവരുടെ ഓർഡർ അയാൾ മാറത്തില്ല. ബിക്കോസ് ഹി ഹാസ് ബീൻ റണ്ണിങ് എ ലൂക്രേറ്റീവ് ബിസിനസ്. അത് ഒരു ദിവസം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ശങ്കരമോഹൻ ആളിനെ വിട്ട് പറഞ്ഞു, അത് അയാൾ മാറിയില്ലെങ്കിൽ പോലീസ് വിൽ കം ആൻഡ് ദെൻ ഹി വിൽ ബി ഷിഫ്റ്റഡ്. അങ്ങനെ പ്രഷറിലാണ് അദ്ദേഹത്തിനെ അവിടുന്ന് മാറ്റുന്നത്. ഇയാൾ ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ അപവാദ പ്രചരണത്തിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞ ഇയാളാണ്, സെക്യൂരിറ്റി വില്ലൻ. അയാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആണ്. അതിൽ പിന്നെ ഒരു സ്ത്രീയും പിന്നെ ഈ കൊച്ചുമാണ്, കുറച്ച് പ്രായം കുറവാണ്. അതുകൊണ്ട് കൂടെ ഇവരെ ഒരു വീട്ടിലൊരംഗം പോലെ പെരുമാറിയിരുന്ന കുട്ടിയാണ്. ഈ പെണ്ണും അവളുടെ തള്ളയും ഈ സെക്യൂരിറ്റിക്കാരൻ്റെ വീട്ടിലെ ജോലിക്കാരാണ്. സോ വാട്ട് ഹി ഡിഡ് ഈസ്, ഈ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ആദ്യം വരുന്ന ചാനലിൽ വരുന്ന ആളാണ്. പെണ്ണിനെ കൊണ്ടുപോയിട്ട് മുമ്പ് വെച്ചിട്ട് തത്തമ്മ പൂച്ച എന്ന് പറയുന്നത് പോലെ തന്നെ കള്ളക്കഥകൾ മുഴുവൻ പറയുക. ഒരു അയോറ്റ ഓഫ് ട്രൂത്ത് അതിനകത്തില്ല. എന്നിട്ട് അതുകൊണ്ട് പ്രചരിപ്പിക്കുക. അത് ക്യാമറയുടെ മുമ്പ് എന്തിനും പറയുക, കരച്ചിലൊക്കെ വരിക. ഇത് ആളെ വിശ്വസിക്കാൻ ചെയ്യും. എന്നെ ആ വീട്ടിലൊക്കെ എപ്പോഴാണ് ആകെ അവർ പറഞ്ഞത്, ആ വീട് തൂത്ത് വാരി മുറ്റത്ത് റബ്ബറിൻ്റെ വിലയും വാരി കളയുന്നതിന് മാക്സിമം എടുക്കാവുന്ന സമയം, വിശ്രമം ഉൾപ്പെടെയുള്ള സമയം കൂട്ടിയാൽ 1 മണിക്കൂറാണ്. ദാറ്റ്സ് വൺസ് ഇൻ എ വീക്ക്. അവർ ഈ വീട്ടിൽ വരുന്ന ദിവസം, ശങ്കരമോഹൻ്റെ താമസിക്കുന്ന വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ മറ്റേ ഡ്യൂട്ടി ഇടത്തില്ല അവർക്ക്. അവിടെ ആകെ ഒരു ദിവസത്തെ ജോലി ഇതാണ്. എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കും, അതും കഴിക്കും. ആലോചിച്ചോട്ടെ, നന്ദികേടിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഉദാഹരണമാണ്. നമുക്കൊന്നും വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഒരു ക്യാമറയുടെ മുമ്പ് വന്നിരുന്ന് പറയുകയാണ്. ഇവനത് എവൻ്റെ വീട്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ അത് കഴിഞ്ഞ് കൂടുതൽ ക്രൂരമായിട്ടുള്ള എന്തൊക്കെയോ പിന്നെയും വളരെ നാറുന്ന ഒരുപാട് രീതിയിലുള്ള കമൻസും അതൊക്കെ പിന്നെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇയാളെ വീട്ടിൽ നിന്ന് മാറ്റി. സോ ഇറ്റ് ബിക്കേം വെരി ഇമ്പോർട്ടൻറ്റ്. ദേ സ്റ്റാർട്ടഡ് ഡ്രസ്സിങ് അപ്പ് ഫോർ ദി TV. കാരണം വൈകുന്നേരം TV വരത്തില്ലേ. സഡൻലി ദേ ബിക്കം സ്റ്റാർസ്. പിന്നെ അവിടെ തന്നെ സ്ത്രീകളുടെ പിന്നെ WCC വിമൻസ് കളക്റ്റീവ് അവർ വരുന്നു, അന്വേഷിച്ച് വരുന്നു. അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു, മീഡിയയിൽ അത് പ്രചരിപ്പിക്കുന്നു. പിന്നെന്താ, യു ഹാവ് ബിക്കം സെലിബ്രിറ്റി. WCC ഈ കുട്ടി പറഞ്ഞത് തന്നെ വിശ്വസിച്ചു എന്നുള്ളതാണ്. നാച്ചുറൽ അല്ലേ, എല്ലാവരും വിശ്വസിച്ചു. ഇറ്റ്സ് വെരി ക്ലവർലി ഡൺ. ആരെങ്കിലും സസ്പെക്റ്റ് ചെയ്യുമോ? ഒരാൾ നേരിട്ട് TV-യിൽ നേരിട്ട് പറയുകയാണ്, എന്നെ ഞങ്ങൾക്ക് രാത്രിയിലും ഒക്കെ ജോലി. ആരും ചോദിച്ചില്ല രാത്രികൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നാരും ചോദിച്ചില്ല. ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുക എന്നവരോട് പറയുക. അപ്പോൾ എങ്ങനെ വിശ്വസീകരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർ? ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് പറയുക. അവരെ കൊണ്ട് കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കുക. പഠിപ്പിച്ചതിൽ ഒരാൾ, എനിക്ക് അതിന് കറക്റ്റായിട്ടുള്ള എവിഡൻസ് എൻ്റെ ഇല്ല, ബട്ട് ദെൻ ദി വേ ഹി വാസ് ബിഹേവിങ്, അവിടുത്തെ ആക്ടിങ്ങിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറാണ് ആൾ.
അങ്ങനെ കുറേ പേരുണ്ട് ഇതിൻ്റെ പിന്നിൽ. അയാൾക്ക് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആകണമായിരുന്നു, പ്രൊഫസർ ആകണമായിരുന്നു. അയാളുടെ പേര് ജ്യോതിസ്. ഇപ്പോഴും അയാളെ ഒരു 2 മാസം മുമ്പ് ഞങ്ങൾ കുറേ ജോലികൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പല ജോലികളും ഫില്ലപ്പ് ചെയ്യാതെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഫില്ലപ്പ് ചെയ്യാനായിട്ട് പിന്നെ പത്രത്തിൽ പരസ്യം കൊടുത്ത് ആളുകളെ പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ എടുക്കുക എന്നുള്ളതായിരുന്നു. അവൻ പല വകുപ്പുകളിലുണ്ട്. അതിൽ ആക്ടിങ്ങിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് ഈ കെയിം വിത്ത് സോ മച്ച് ഒരു ഹൈ ലെവലിലുള്ള ഒരുപാട് പേരുടെ ഭാഗത്ത്, ഞാൻ പറയത്തില്ല എന്നായിരുന്നു, ഹൈ ലെവലിലുള്ള ഒരുപാട് ഭാഗത്തു നിന്ന് പ്രഷർ കൊണ്ടുവന്ന് അയാളെ അതിന് ജോലിയാക്കി കൊടുക്കണം. ഒന്നിലധികം പേരുടെ വന്നു. ഇൻ്റർവ്യൂവിന് വന്നപ്പം ഞാനും പിന്നെ ഡയറക്ടറും പിന്നെ ഡീനും പിന്നെ ഗവൺമെൻറ് പ്രതിനിധി, ജോയിൻ്റ് സെക്രട്ടറി, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എന്തിനാണ് ഓരോരുത്തരും ഇൻ്റർവ്യൂ എടുത്തേക്കുന്നത്. അപ്പോൾ എടുത്തപ്പോൾ പിന്നെ ഇയാളിപ്പോൾ ജ്യോതിസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇയാൾ ഭയങ്കര ഉഴപ്പനാണ്. പിന്നെ ഈ കോവിഡ് കാലത്ത് ശങ്കരമോഹൻ ചെയ്തത് ആ സമയത്ത് ഇവർക്ക് ഓൺലൈനിൽ പരിശീലനം കൊടുക്കുകയും അങ്ങനെ ട്രെയിനിങ് കൊടുക്കുകയും ഓരോ ഡിവൈസ് ചെയ്തിട്ട് ഓരോ രീതിയിൽ ആ സമയം ഉപയോഗിക്കുക, വേസ്റ്റായി പോരെന്ന് പറഞ്ഞിട്ട് നമ്മളെ വാങ്ങുന്നതല്ലേ, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിങ്ങനെ കുട്ടികൾ പുറകിലായി പോരുത്, ആ സമയം നമുക്ക് മേക്കപ്പ് ചെയ്ത് ഇത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം വിളിച്ച് കൂടെ മീറ്റിങ്ങുകൾ വെച്ചു. ഓൺലി പേഴ്സൺ ഹു ഡസൻറ്റ് അറ്റൻഡ് ഈസ് ദിസ് ഫെലോ. അയാൾ എവിടെയോ ആണ്, തിരുവനന്തപുരത്തോ എവിടെയോ ആണ്. ഈ ഡസൻറ്റ് ബോദർ. നല്ലൊരു ഉഴപ്പനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പ്രഷൻ നമുക്കെല്ലാം ഇത് കാരണമുണ്ട്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ദർ വാസ് സംബഡി ഹു വാസ് വർക്കിംഗ് അണ്ടർ ഹിം. ഹി വാസ് അസോസിയേറ്റ് അല്ലാതെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മറ്റിട്ട്. ഹി ഈസ് മച്ച് ഹൈലി ക്വാളിഫൈഡ്. ഹി ഹാസ് എ ഡോക്ടറേറ്റ്. And when you talk to him, and we were all very impressed by the way he talked. He was not trying to show off. വളരെ സിൻസിയറായിട്ട് we all thought he is a very substantial person. Although മറ്റേ ആളിന് വേണ്ടിയിട്ട് ഒരുപാട് റെക്കമെൻഡേഷൻ വന്നെങ്കിലും നമുക്ക് റെക്കമെൻഡേഷൻ കുട്ടികൾക്ക് വെരിഫൈ ചെയ്യണം. ഇവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയല്ല നമ്മളവിടെ ഇരിക്കുന്നത്. പിന്നെ they should be useful for the institute. I want to be selected the best person. He happened to be there below him. So now he has become the head of the department. This fellow could not take it. So he had to see that Shankar Mohan is sent out of the institute. അങ്ങനെ വ്യസനികൾ കുറേ ഉണ്ട്. ഇത് കൂടാതെ മറ്റേ വില്ലനെ കൂടാതെ വ്യസനികളും അതിൻ്റെ കുറേ ഉണ്ട്. തുടക്കം മുതൽ ഇങ്ങനെ ഡയറക്ടേഴ്സിനെ പുറത്താക്കുന്ന അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഏതെങ്കിലും ഒരു വലിയ ആസൂത്രണം വേണ്ടി ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഗാർഡ് ആയിരിക്കില്ലോ ചെയ്തിട്ടുണ്ടാവില്ല. അല്ല, സ്റ്റുഡൻറ്റ് സ്ട്രൈക്കോട് കോമൺ ആയിരുന്നു. കാരണം ഇവർ ഈ പകൽ സമയം കിടന്ന് ഉറങ്ങിയ പിന്നെ എന്തും അവിടെ ചെയ്യുന്നത്? അവിടെ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. പ്രോപ്പറായിട്ട് ടീച്ചേഴ്സ് ഒന്നും അപ്പോയിൻ്റ് ചെയ്തിരുന്നില്ല ഫോർ എ ലോങ് ടൈം. ഇറ്റ് വാസ് നെഗ്ലക്റ്റഡ്. ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് നെഗ്ലക്റ്റഡ് ഫോർ എ ലോങ് ടൈം. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലെ ജാതി ചിന്തയുടെ ഇത്തരം പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത് എന്നൊക്കെയാണ് ആക്ഷേപം. അല്ല, അതിന് ആർക്കും പറയാമല്ലോ. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടെന്ന് തോന്നുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ കൂട്ടാണത്. ഒരാളിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ബേസിസ് എന്താണ്? അതിൻ്റെ ബേസിസ് എന്താ? ആരെ പറ്റി പറഞ്ഞൂടെ? ഇത് പറഞ്ഞൂടെ? ഞാൻ എൻ്റെ 20 വയസ്സാവുന്നതിന് മുമ്പേ വാല് മുറിച്ച ആളാണ് ഞാൻ. ഞാൻ ഉണ്ണിത്താനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനാണ്. എനിക്ക് അന്ന് ജാതി മതമൊക്കെ അപ്പം ഞാൻ കളഞ്ഞതാണ്. അപ്പോൾ എന്നെ ഇനി ജാതി പഠിപ്പിക്കാൻ ഞാൻ ജാതി വെറി പിടിച്ചെന്ന് പറഞ്ഞാൽ അത് ദേ ഷുഡ് ബി സംതിങ് റോങ് വിത്ത് ദം. ഇത് സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. പുതിയ ജനറേഷൻ്റെ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ പല കൺസെപ്റ്റും മനസ്സിലാകാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ സാർ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാഞ്ഞിട്ടാണോ? കാരണം സാറിൻ്റെ പല സ്റ്റേറ്റ്മെന്റ്സിൻ്റെയും മേളിൽ പുതിയ ജനറേഷൻ ഭയങ്കരമായിട്ട് എൻറേജ്ഡ് ആകുന്നുണ്ട്. ഭയങ്കരമായിട്ട് അവർക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഇത് ചെയ്യുന്നെങ്കിൽ അത് നോട്ടീസ് ചെയ്യപ്പെടാനുള്ള അത്യാഗ്രഹമാണ്, വേറൊന്നുമല്ല. അതൊരു ഹൗ വിൽ ദേ ബി നോട്ടീസ്ഡ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ നടക്കുന്നത്
വെള്ളി ആഷിഖ് അബു എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഇപ്പോൾ അവിടെ നിന്ന് പഠിപ്പിക്കുമെന്ന് പറയുന്നത്. രാജീവ് രവി വന്നിരുന്നു, ആഷിഖ് അബു വന്നിരുന്നു. അതെ അതെ, നമ്മളൊരു വളരെ ഒരു മെഡിറ്റേഷനും കൂടെ ഉണ്ടാകുന്ന ഒരു വർക്ക് ആവണം. അല്ലാതെ 4 പേര് ചേർന്ന് അടിപൊളി ഉണ്ടാക്കുന്ന സാധനമല്ല സിനിമ. ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞുണ്ടാക്കുക സിനിമ ഉണ്ടാക്കുന്നത്, അതല്ല സിനിമ. അതുകൊണ്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ പോകുന്നവരൊക്കെ നല്ല സിനിമ കാണണം. അവരെന്തോ ആഷിഖ് അബൂവിനവരെന്താ പഠിക്കാൻ പോകുന്നത്? ജോലിക്ക് വരുന്ന സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി വന്ന് WCC മെമ്പേഴ്സിനെ പോലെ സംസാരിക്കുന്നു എന്ന് പറയുന്നു. അതിലെ 2 പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഈ തൊഴിലാളികൾ 2 WCCയുടെ ഒരു അതുണ്ടായ ഒരു സാഹചര്യമുണ്ട്. WCC ഉണ്ടായ ആ സാഹചര്യത്തെയും WCCയെയും തന്നെ ഒരു ചോദ്യം മുന്നിൽ നിർത്തുന്നു. ഇങ്ങനെ 2 ആരോപണങ്ങളാണ് ആ സ്റ്റേറ്റ്മെന്റിൽ എല്ലാവരും പറയുന്നത്. അതെങ്ങനെ കാണുന്നത്? അത് ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ഇത് ഒരു കോണ്ടെക്സ്റ്റ് മാറ്റിയിട്ട് പറയുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് വളരെ പാവപ്പെട്ട പിന്നെ സ്ത്രീകളാണ് ഇവർ. അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേഷം കെട്ടിച്ച് ആളുകളുടെ മുമ്പിൽ മീഡിയയുടെ കൂടെ കൊണ്ട് നടക്കുകയാണ് ഇവർ എന്നാണ് പറഞ്ഞത്. അത് നേരെ തിരിച്ച് അവർ ഉപയോഗിച്ചത്, അത്രേ ഉള്ളൂ. ഒരു ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനലുകാരൻ രാവിലെ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ ഇരിക്കുക. ഞാൻ കുളിക്കുകയൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. 3 മണിക്കൂർ ഞാൻ കുളിക്കുക. എൻ്റെ 3 മണിക്കൂർ എടുക്കും രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ. 3 മണിക്കൂർ കഴിഞ്ഞ് അവൻ പോകുന്നില്ല. ഒരു ക്യാമറയും കൊണ്ട് പുറത്ത് നിന്ന് കുത്തിയിരിക്കുക. എനിക്ക് വല്ലാതെ കഷ്ടം തോന്നി. ഇത്ര സിൻസിയറാണെന്നോ ന്യൂസ് 18 ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചതാണ്. വളരെ കാഷ്വലായിട്ട് സംസാരിച്ചതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ആർട്ടിക്കിൾ എഴുതുന്നതിൻ്റെ കൂടി ചെയ്യാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇവരെ സാധാരണ പെണ്ണുങ്ങളാണ്, സാധാരണ സ്ത്രീകളാണ്, അവർ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരെ കൊണ്ടുപോയിട്ട് വേഷമൊക്കെ കെട്ടിച്ച് എവിടെ കൂടെ നിർത്തി പടം എടുക്കുക, എന്നിട്ട് മീഡിയയിലിടുക. എന്തിനാണ്? ദേ ഫീൽ അവരെ കൊണ്ട് എല്ലാം പറയിപ്പിക്കുക, ചേച്ചി എന്ന് വിളിക്കുക. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് എല്ലാം കൊണ്ട് നടന്ന് തൂപ്പുകാരെ കൊണ്ട് നടക്കുന്നത്. ദീസ് പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ്. ഇവിടെ പോപ്പുലിസം അതിൻ്റെ ഒരു ഭാഗമായിരിക്കും അതല്ലേ? വാട്ട് ഡു ദേ ഹാവ് ടു ഡു വിത്ത് സ്വീപ്പേഴ്സ്? ഞാൻ സ്വീപ്പേഴ്സ് മോശമായിട്ട് പറയാമല്ല, സ്റ്റുഡൻസിന് എന്താ, വാട്ട് ഡു ദേ ഹാവ് ടു ഡു വിത്ത് ദം? ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ലേ? ഇല്ല. WCC ഒക്കെ പൊക്കോട്ടെ, WCC വേറെ, അതിനെപ്പറ്റിയൊന്നും ഞാൻ കമൻറ്റ് ചെയ്തൊന്നുമില്ല. WCC എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുമായിട്ട് കൂടെ നിന്ന് പടം എടുക്കുന്നു. എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഞാൻ ആക്ച്വലായിട്ടുള്ള സംഭവത്തെ പറ്റി പറഞ്ഞില്ലേ? അതിൽ നിന്ന് ഇവരെ കംപ്ലീറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ഇവർ. ഈ പെണ്ണുങ്ങളത് അറിയാതെ നിന്ന് കൊടുക്കുക അതിന് വേണ്ടിയിട്ട്. അവരും കാര്യമായിട്ട് വേഷമൊക്കെ കിട്ടി. ഇപ്പോൾ ഇടയ്ക്ക് ആരോ പറഞ്ഞു ഞാൻ അവിടുത്തെ അവരുടെ ബോഡി ലാംഗ്വേജാണ് മാറിപ്പോയെന്ന്. പുതിയ ജനറേഷൻ ഫിലിം മേക്കേഴ്സുമായിട്ടൊരു ഇപ്പോൾ അനിൽ ചോദിച്ച പോലെ ഒരു വലിയ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടോ? ആരായി പുതിയ ജനറേഷൻ? പ്രായം കൊണ്ടാണോ അതോ എടുക്കുന്ന പടം കൊണ്ടാണോ? എങ്ങനെ പുതിയ ജനറേഷൻ? പ്രായം കൊണ്ടാണോ പറയുന്നത്? എന്താണ് സിനിമ? പുതിയ കാലത്തെ സിനിമ എന്താണ്? ഈ സിനിമയോടുള്ളവരുടെ ഒരു സമീപനം അതാണ് പലപ്പോഴും അവര് സാറിന്റെ ഒരു തലമുറയിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയുന്നത്. അത്തരം ഒരു സമൂഹത്തെ ഒരു സിനിമയിലുണ്ടാകുന്ന എനിക്ക് എന്നെ ഞാൻ സ്വയം ആരുമായിട്ടും കമ്പയർ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു. എനിക്ക് എൻ്റെ ബോധ്യം അനുസരിച്ച് പടം എടുക്കുന്നു. പഴയവർ വന്നോ പുതിയത് വന്നോ, ഐ ഡോണ്ട് കമ്പയർ മൈസെൽഫ് വിത്ത് എനിബഡി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് ലോകത്ത്. അവരോടുമായിട്ട് പോലും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു ഒത്തിരിയുണ്ട്, അവരോട്ടും കമ്പയർ ചെയ്യുന്നില്ല. ഐ ഡു മൈ വർക്ക്. ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ആർട്ട് ഫിലിം ചെയ്യുന്നു. ഞാൻ ആർട്ട് ഫിലിം ഉണ്ടാക്കുന്നില്ല. ഐ മേക്ക് ഫിലിംസ്. ദേ ഷുഡ് നോട്ട് കമ്പയർ ദംസെൽസ് വിത്ത് മീ. ഫോർ ഇൻസ്റ്റൻസ് എന്താണ് ജിയോ ബേബി എന്ന് പറയുന്ന ആൾ, ഇത് നിങ്ങൾ പുതിയ ജനറേഷനായിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതെടുത്തിട്ട് എനിക്ക് ആ പടം അയച്ചു തന്നു. അയച്ചു പറഞ്ഞു സാർ ഞാൻ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എലിപ്പത്തായമാണ്.
സാറ് നോക്കിയിട്ട് പറയാൻ വേണം എന്ന് പറഞ്ഞു. ഞാൻ വളരെ നല്ല സർട്ടിഫിക്കറ്റ് എഴുതി എന്നെ ഇതുപോലെ ക്യാമറ കൊണ്ട് ഒരാൾ വന്ന് എടുത്തുകൊണ്ട് പോയി. അത് യൂസ്ഡ് ഇറ്റ് ടു ദി ഹിൽറ്റ്. അതേ അയാൾ തന്നെ ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ മലബാറിൽ പിന്നെ എന്താ പറയുക, ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നയാളുടെ പടം അയാൾ പിൻവലിച്ചു. അപ്പോൾ ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ഇറ്റ്? യു സേ ദർ ഇസ് എ ഗ്യാപ്പ്, വെർ ഇസ് ദ ഗ്യാപ്പ്? എൻ്റെ അടുക്കൽ ഈ മലയാളത്തിൽ മാത്രമല്ല, തമിഴിൽ, ബംഗാളിയിൽ, ഒരുപാട് പറഞ്ഞ ഭാഷകളിൽ ആദ്യവും രണ്ടാമത്തെ പടം, ആദ്യത്തെ പടം എടുക്കുന്നവർ പ്രത്യേകിച്ച് എനിക്ക് സ്ഥിരമായിട്ട് പടം അയച്ചു തരും. അയച്ചു തന്നിട്ട് സാറിൻ്റെ അഡ്വൈസ് വേണം, സാറിൻ്റെ കമൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് ഇരുന്ന് വായിച്ച് കണ്ടിട്ട് അവർക്ക് അയക്കും. ഹൗ എൽസ് വിൽ യു ഡീൽ വിത്ത് ദം? സം ഓഫ് ദം ഈ പടത്തിന് ഇയാൾ മാത്രമല്ല, വേറൊരു പടം ഉണ്ടായിരുന്നു, പക എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്തതാണ് ഈ പടങ്ങളൊക്കെ. ഞാൻ അവരോട് ഗ്യാപ്പ് എന്താ? Nobody else will do what I did. Nobody else will do it. Because they will otherwise see them as competitors. I never see like that. I have wished that they made different films. This is my great wish. And I am very happy. Sanal ഒക്കെ വ്യത്യാസമായ പടങ്ങളൊക്കെ ഞാനത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. എവിടെയും ഞാൻ ഇവരുടെയൊക്കെ പേര് പറയാറുണ്ട്. ഇനി പുതിയ തലമുറ എനിക്ക് എതിരാണെന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല. ഒരുപാട് പേരുണ്ട്. ഞാൻ 4-5 പേരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് മെയ്ഡ് മാസ്റ്റർ പീസസ്. ദേ ഹാവ് സ്റ്റാർട്ടഡ് മേക്കിംഗ് ബെറ്റർ ഫിലിംസ്, ബെറ്റർ ദാൻ ദി റൊട്ടീൻ. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. എനിത്തിങ് മാറിയിട്ടുള്ള റൊട്ടീനിൽ നിന്ന് മാറിയിട്ടുള്ള പടത്തിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ബട്ട് ദേ ഷുഡ് നോട്ട് തിങ്ക് ദേ ജസ്റ്റ് ബിക്കോസ് ഐ ഗേവ് ദം സർട്ടിഫിക്കറ്റ് ദേ ഹാവ് മെയ്ഡ് എ മാസ്റ്റർ പീസ്. ദേ ഷുഡ് നോട്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ഞാൻ ഒരുപാട് പേരുണ്ട് അറ്റ്ലീസ്റ്റ് ഹാഫ് എ ഡസൻ പീപ്പിൾ ആർ ദർ. ഞാൻ 1-2 പേര് പറഞ്ഞാൽ ബാക്കി മറന്നുപോയാലോ, വിട്ടുകളഞ്ഞാലോ. എനിക്ക് ഏറ്റവും അവസാനം ഞാൻ കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പടം എടുത്ത ആളാണ് പിന്നെ അവിടെ പേര് ഒരു കാറിൽ പിന്നെ ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന പടം. അതല്ല ആണോ? ഡോൺ പാലത്തറ. He has sent me the earlier films. എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാനോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അയാളെ ഞാൻ ഒരൊറ്റൊരാളിനെ പോലും ഡിസ്കറേജ് ചെയ്ത് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒരാരും തന്നെ ശരിയായില്ലെന്നോ കൊള്ളില്ലെന്നോ ഒരിക്കലും ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഞാൻ വേറെ രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കഴിച്ചു. പലരും ഇമ്പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. താങ്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് സംഘപരിവാർ പൊളിറ്റിക്സിന്റെ ഒരു മറുവശത്ത് നിൽക്കുന്ന ആളാണ്. നമ്മളിതിന് മുൻപ് സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് പല വിഷയങ്ങളിലും താങ്കളുടെ അഭിപ്രായം ഹിന്ദുത്വ ഫോഴ്സസിന്റെ ഒരു ക്രിറ്റിസിസം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണ് അവരുമായി സമരസപ്പെട്ടോ? കാരണം താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കാണുന്നില്ല, ആ വിഷയത്തിൽ സൈലന്റ് ആയിരിക്കുന്നു. പല വിഷയങ്ങളിൽ ഞാൻ അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ഒരാളല്ല. ആർക്കുമായിട്ടും യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ഒരാളല്ല. എൻ്റെ ഒരു ജോലി അതല്ല. ഓരോന്നിനും വെള്ളം തരാം. എൻ്റെ ഒരു റോൾ അങ്ങനെ ഞാൻ കാണുന്നില്ല. ചില വിഷയങ്ങളിൽ ഉദാഹരണം പറഞ്ഞാൽ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പിന്നെ ടെലിവിഷൻ ഇറ്റ്സ് നോട്ട് ഈവൻ ഒരു ഓർഡിനറി ആക്ടർ, ഓർഡിനറി റോൾ പ്ലെയർ, അയാളെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായിട്ട് അവർ അപ്പോയിൻറ്റ് ചെയ്തു. അതിനെതിരായിട്ടാണ് ഞാൻ ഒരുപാട് പ്രസ്താവനയൊക്കെ നടത്തിയത്, എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തത്. ഇറ്റ്സ് നോട്ട് അഗൻസ്റ്റ് ദി ഗവൺമെൻറ് ഓർ ദി പാർട്ടി, നോട്ട് അറ്റ് നെവർ. ഐ ഹവ് നെവർ യൂസ്ഡ് എനി പാർട്ടി ഇൻ മൈ റൈറ്റിംഗ് ഓർ അഗൻസ്റ്റ് പറയുന്നതിൽ ഒന്നും തന്നെ ഞാൻ ഒരു മനുഷ്യനും അവരെ പറ്റി നടത്തിയിട്ടില്ല ഒരിക്കലും. അവർ സ്വയം തീരുമാനിക്കുന്ന ഓരോന്ന്. അങ്ങനെ എന്നോട് ഒന്ന് ചാടി എന്നെ ചന്ദ്രനിലേക്ക് അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ നല്ലത്, എത്രയും വേഗം ടിക്കറ്റ് തരിക, കൊച്ചുനാൾ വരെ ആഗ്രഹിക്കുന്നതാണ് ചന്ദ്രനിലൊന്ന് പോയി വരണമെന്ന്. അങ്ങനെ ഞാൻ തമാശയായിട്ട് അതിന് മറുപടി പറഞ്ഞോളൂ. അവരിലും വിവരമുള്ളവർക്ക് എന്നോട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ വിവരം കെട്ടവരാണ് ഇതിൻ്റെ പ്രോബ്ലം. ഇല്ല മറ്റേ അദ്ദേഹം വന്നിട്ടുണ്ട്. അവരുടെ പേരെന്താണ്, മന്ത്രിയായ മുരളീധരൻ കണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു പൊളിറ്റിക്സും സംസാരിച്ചിട്ടില്ല.
ഞാൻ അറിയാവുന്നവർക്കറിയാം, ഞാനൊരു പൊളിറ്റിക്സിലും പെട്ട ആളല്ല. ഈവൻ ഗോപാലകൃഷ്ണൻ സാറിനെ പിന്നെ ഒന്ന് കണ്ടു തോന്നുന്നു അല്ലേ? പി ഗോപാലകൃഷ്ണൻ സാറിനോട് ചന്ദ്രനിൽ പോകാൻ പറഞ്ഞ ആള് സാറിനെ പിന്നെ ഒന്ന് കണ്ടു. അയാൾ ഓവർ ദി ഫോൺ എന്നോട് റിഗ്രറ്റ്സ് പറഞ്ഞു, അപ്പോളജി. ഒരിക്കൽ പോലും മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടേ ഇല്ലേ? മോഹൻലാൽ അയാളുടെ ഒരു ഇമേജ്, വല്ലാത്തൊരു ഇമേജാണ് അങ്ങരുടെ ഒരു നല്ലവനായ റൗഡി. എനിക്ക് ആ റോൾ പറ്റുകയല്ല, അങ്ങനെ ചെയ്യാൻ ഒക്കുകയല്ല. നല്ലവനായ റൗഡി എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. റൗഡി തന്നെയാണ് അയാൾ, ഞാൻ നല്ലവനാണ്. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ ജീവിതത്തിൽ? അങ്ങനെ അതുപോലെ അല്ല ഇത്. റൗഡി ഈസ് എ റൗഡി. നല്ലവനായ റൗഡി എന്ന സിനിമാറ്റിക് ഇമേജ് ആണോ പ്രശ്നം? അതെ അതെ, അതല്ലാതെ ഒരുപാട് സിനിമകൾ മോഹൻലാൽ ചെയ്തു ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉറച്ചിരിക്കുന്ന ഒരു ഇമേജ് അതാണ്, വിച്ച് ഐ ഹാവ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ്. സാറിന്റെ ഒരു നായകൻ, നമ്മുടെയൊക്കെ മനസ്സിൽ സാറിന്റെ ഫിലിമിൽ ഒരു ഹീറോ ആയിട്ട് ദിലീപിനെ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരു മുഖമാണ്. അതെ, നമ്മൾ ആക്ച്വലി സർപ്രൈസ്ഡ് ആയിരുന്നു അങ്ങനെ ഒരു ചോയ്സ്. എന്താണ് എനിക്കങ്ങനെ ഒരാളിനായിരുന്നു വേണ്ടിയിരുന്നത് ആ റോളിൽ പ്ലേ ചെയ്യാനായിട്ട്. അയാളെ ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ദിലീപിനെതിരെ ഈ പീഡനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അത് വളരെ അയാൾക്കെതിരായിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരും കൂടെ പോയത് വളരെ ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വേർ ഇസ് ദി പ്രൂഫ് ദാറ്റ് ഹി ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്? പക്ഷേ ദിലീപ് നിരപരാധിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നോട് ഇഫ് യു ആസ്ക് മീ, യെസ്. എന്താണ് സാർ അതിൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഈ പേഴ്സണലി അയാളോട് ഞാൻ ഡീൽ ചെയ്ത ഒരാളെന്നുള്ളതിൽ പറയുകയാണ്. അങ്ങനെയുള്ള കൃത്യമൊന്നും അയാൾ ചെയ്യാൻ വഴിയില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് നമുക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അല്ല, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പോയി എഴുതിയിട്ട് ഞാൻ പിന്നെ എല്ലാവർക്കും ഉത്തരം പറയേണ്ടി വരും. I believe they cannot punish him because there is no proof. There is as long as there is no proof, it is not punishable. ഇന്ത്യയിലെ എല്ലാ സിനിമകളും ഒരു പൊളിറ്റിസൈസിങ് ആയിട്ടുള്ള ഒരു കമന്റ്സ് വരുന്നുണ്ടല്ലോ. ഇപ്പം പത്താൻ്റെ കേസായാലും അത് പിന്നെ ഇപ്പം മാളികപ്പുറം സിനിമയായാലും അതിൽ അഭിനയിച്ച ആളെ എന്താ സംഘി അല്ലെങ്കിൽ അദ്ദേഹം കുറച്ചൊരു ഹിന്ദുത്വ കാണിക്കുന്നതാണ്. സിനിമ ആ ഒരു ക്രിയേറ്റീവ് സൈഡ് നോക്കാണ്ട് സബ്ജക്റ്റ് വൈസ് ഒരു ആക്ടറിനെ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ. അത് അറിവില്ലായ്മ കൊണ്ടാണ് ഈ ആക്ടറെ ടാർഗറ്റ് ചെയ്യുന്നത്. അറിവില്ലായ്മ, അവർ വേറൊരാൾ പറഞ്ഞിട്ട് ചെയ്യിക്കുന്നതല്ലേ, അത് അയാൾ സ്വയം ചെയ്യുന്നതല്ലല്ലോ. ഇത് പിന്നെ എൻ.ടി. രാമറാവ് ശ്രീകൃഷ്ണനായിട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം ശ്രീകൃഷ്ണൻ അല്ലല്ലോ, ആണോ? അത് തമ്മിൽ മിക്സ് ചെയ്ത് പോകുന്നതുകൊണ്ട് വരുന്ന ഒരു കുഴപ്പമാണ്. അതൊരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കാണ് അങ്ങനെ ചെയ്യുന്നത്, നോട്ട് എ ലിറ്ററേറ്റ് പബ്ലിക്. നമ്മൾ നാടകത്തിൽ ഒരാളെ മരിച്ചു വീഴാനായിട്ട് കാണിക്കുന്നു, അങ്ങനെ ഓരോ തവണയൊക്കെ മരിച്ചു വീഴാൻ പറ്റുമോ? സോ ഇറ്റ് ഈസ് ഓൺലി ബീങ് എനാക്റ്റഡ്. ആൻഡ് കാണുന്നവർ അത് കണ്ട് സങ്കടം വരുന്നു, ആ സിറ്റുവേഷനിൽ ഇത് കാണുമ്പോൾ സങ്കടം വരുന്നു. പക്ഷേ അതേസമയം സങ്കടം കാണുമ്പോഴും നമുക്ക് there is a distancing between your emotional makeup and your own logic and reality.